നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. ഗോവിന്ദമാഷെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുകയും ആ തീരുമാനത്തിന് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി.കെ. ഗോവിന്ദനെ പുറത്താക്കി CPM. ഗോവിന്ദൻ രാഷ്ട്രീയ വഞ്ചന നടത്തിയെന്ന് ജില്ലാ സെക്രട്ടറി കെ രാഗേഷ്. ഹാപ്പിനെസ് ഫെസ്റ്റിന്റെ കണക്കുകൾ അധികൃതർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതെന്ന് MV ജയരാജൻ. ഇല്ലാ കഥകൾ മെനഞ്ഞുവെന്നും MV ജയരാജൻ. ആന്തൂർ സാജന്റെ മരണത്തിൽ PK ശ്യാമളയ്ക്ക് പങ്കില്ല എന്നും ജില്ലാ നേതൃത്വം. കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനത്തിൽ തീരുമാനമായില്ല. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം തടഞ്ഞ ഹൈക്കമാൻഡ്. K. സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നേതൃത്വത്തിന്റെ നീക്കം തുടരുന്നു. ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരൻ. വിധി പ്രസ്താവിച്ചത് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് പോലീസ് കൊണ്ടുവന്ന പ്രതിയുടെ കുത്തേറ്റ് വന്ദന മരിച്ചത് 2023 മെയ് 10-ന്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ SITക്ക് ആശ്വാസം. കേസിൽ തന്ത്രിക്ക് എതിരെ തെളിവില്ലെന്ന വിചാരണ കോടതി പരാമർശം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. SIT അപ്പീലിൽ തന്ത്രിക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ്. SNDP മുൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കും കനത്ത തിരിച്ചടി. അയോഗ്യരാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിന് എതിരെയുള്ള അപ്പീൽ അടിയന്തരമായി പരിഗണിക്കേണ്ടതില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. ഇടക്കാല ഉത്തരവോ സ്റ്റേയോ ലഭിക്കാത്തതിനാൽ സർക്കാരിന് നടപടി സ്വീകരിക്കേണ്ടി വരും. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി അയോധ്യയിൽ. മറ്റന്നാൾ ക്ഷേത്രത്തിന്റെ 2ാം നിലയിൽ ശ്രീരാമയന്ത്രം സ്ഥാപിക്കുന്നതിനും അനുബന്ധ പൂജകൾക്കും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം അമ്മ സാക്ഷിയാവും. സന്ദർശനം ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ച്. തളിപ്പറമ്പിൽ കലാപക്കൊടി ഉയർത്തിയ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി.കെ. ഗോവിന്ദനെ പുറത്താക്കി CPM. ഗോവിന്ദൻ പാർട്ടി നയത്തിനും സംഘടനാ തത്വങ്ങൾക്കും എതിരെ പ്രവർത്തിച്ചുവെന്ന് ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് പറഞ്ഞു. ഗോവിന്ദന് അധികാരത്തോട് ഭ്രമമെന്നും UDFന്റെ ചട്ടുകമായി മാറിയെന്നും ജില്ലാ നേതൃത്വം ആരോപിച്ചു. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം പാർട്ടി തീരുമാനിച്ചതെന്നും കെ രാഗേഷ്. അങ്ങേയറ്റം നീചമായി PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ ചിത്രീകരിച്ചു. പാർട്ടിക്ക് നൽകുന്ന സംഭാവന, പ്രവർത്തനം, സംഘടനാ ചുമതലകൾ എന്നിവ പരിഗണിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥിത്വമെന്നും രാഗേഷ് പറഞ്ഞു. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ടി.കെ. ഗോവിന്ദമാഷ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നയത്തിനും തീരുമാനത്തിനും വിരുദ്ധമായി താൻ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും UDFന്റെ പിന്തുണ തേടുകയും ചെയ്യുമെന്ന് പത്രസമ്മേളനം നടത്തി പറയുകയും ചെയ്തത് തികഞ്ഞ സംഘടനാ വിരുദ്ധമായ നടപടിയാണ്. ഇത് കണക്കിലെടുത്തുകൊണ്ട് ഗോവിന്ദമാഷെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുകയും ആ തീരുമാനത്തിന് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. ഹാപ്പിനെസ് ഫെസ്റ്റിൽ കണക്കുകൾ കൃത്യമാണെന്ന് MV ജയരാജൻ. ബന്ധപ്പെട്ട അധികാരികൾ കണക്കുകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തി. പക്ഷേ ടി.കെ. ഗോവിന്ദൻ ഇല്ലാക്കഥകൾ പറഞ്ഞുവെന്ന് ജയരാജൻ ആരോപിച്ചു. ആന്തൂർ സാജന്റെ മരണത്തിൽ PK ശ്യാമളയ്ക്ക് പങ്കില്ല എന്നും MV ജയരാജൻ. വസ്തുത അറിയാവുന്ന ടി.കെ. പച്ചക്കള്ളം പറഞ്ഞു. ടീച്ചർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും എങ്ങനെ നടപടിയെടുക്കുമെന്നും ജയരാജൻ ചോദിച്ചു. കുടുംബത്തിന്റെ വികാരം ഉൾക്കൊണ്ട് അന്വേഷണം നടത്തി. ജില്ലയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ ആരും ഇടപെട്ടിട്ടില്ലെന്നും ബന്ധുക്കളടക്കം ടി.കെ. ഗോവിന്ദൻ മാഷിനെതിരാണെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പിന് ശേഷം സംഘടനാപരമായ ചുമതലകൾ അദ്ദേഹം അതും പറഞ്ഞു. വടകരയിൽ ജയരാജൻ മത്സരിച്ചു. അതിനുശേഷം ജില്ലാ സെക്രട്ടറിയുടെ ചുമതല അദ്ദേഹത്തിന് നൽകിയില്ല. അന്നത്തെ പാർട്ടിയുടെ തീരുമാനം, ഞാൻ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇവിടെ സംഘടനാ ചുമതല ഏറ്റെടുക്കുമ്പോൾ അവിടുന്ന് രാജിവെച്ചു വരണം. അത്തരമൊരു ഘട്ടത്തിൽ
സെക്രട്ടറിയുടെ ചുമതല തന്നെ നൽകണം. താൽക്കാലിക സെക്രട്ടറി ആയിട്ടല്ല എന്നത് ടി ജയരാജൻ അടക്കമുള്ള ടി.കെ. ഗോവിന്ദൻ മാഷ് അടക്കമുള്ള ജില്ലാ കമ്മിറ്റി കൈക്കൊണ്ട തീരുമാനമാണ്. കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. ജോസഫ്, CPM-ൽ വലിയ കലാപക്കൊടി ഉയർത്തിക്കൊണ്ടാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി.കെ. ഗോവിന്ദൻ ഇന്നലെ മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ വിശദീകരിച്ചത്. അതിന് കൃത്യമായി മറുപടി പറയും പാർട്ടി എന്നാണ് ശ്യാമള അടക്കമുള്ളവർ പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് ജില്ലാ സെക്രട്ടറിയും മുതിർന്ന CPM നേതാവും ഇരുന്നുകൊണ്ടാണ് മാധ്യമങ്ങളോട് വിശദീകരണം നടത്തിയത്. എങ്ങനെയായിരുന്നു അവരുടെ ഒരു വിശദീകരണം? മായ, ഇന്ന് വലിയ രീതിയിൽ പത്രസമ്മേളനം നടത്തി പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ ടി.കെ. ഗോവിന്ദനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായാണ് ഇപ്പോൾ കെ രാഗേഷ് വ്യക്തമാക്കിയിട്ടുള്ളത്. കെട്ട തക്കാളി എന്നും വർഗവഞ്ചകനുമെന്നുമാണ് ടി.കെ. ഗോവിന്ദനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അടിസ്ഥാനപരമായി 5 കാര്യങ്ങളാണ് ടി.കെ. ഗോവിന്ദൻ ഇന്നലെ പാർട്ടിക്കെതിരെ ആഞ്ഞടിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് P.K. ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കാൻ MP ഗോവിന്ദൻ കിരാതമായി ശ്രമിച്ചു എന്നാണ്. പക്ഷേ ഈ ആരോപണങ്ങളെ നഖശിഖാന്തം ഇത്തരത്തിൽ എതിർക്കുന്നൊരു സ്ഥിതിയാണ് കെ രാഗേഷ് സ്വീകരിച്ചത്. ഇത്തരത്തിൽ ജില്ലാ കമ്മിറ്റിയുടെയും മണ്ഡലം കമ്മിറ്റിയുടെയും എല്ലാം അഭിപ്രായം സ്വരൂപിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ സ്ഥാനാർത്ഥി ചർച്ചകളുമായി മുന്നോട്ട് പോയത്. ഇത് പിന്നീട് സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുകയായിരുന്നു. ആ ഘട്ടത്തിൽ ആരും ടി.കെ. ഗോവിന്ദന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ടി.കെ. ഗോവിന്ദൻ അല്ലാതെ മറ്റാരും പേര് പറഞ്ഞില്ല എന്ന് കെ രാഗേഷ് തുറന്നടിച്ചു. രണ്ടാമതായി ഈ ഹാപ്പിനെസ് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ്. ഈ ഹാപ്പിനെസ് ഫെസ്റ്റിവലിന്റെ പേരിൽ സ്പോൺസർഷിപ്പ് വഴിയും സർക്കാർ ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് MP ഗോവിന്ദൻ മാസ്റ്റർ കോടിക്കണക്കിന് രൂപയുടെ തിരിമറി നടത്തിയെന്നുള്ള ആരോപണം അദ്ദേഹം തള്ളി. ഇത്തരത്തിൽ കണക്കുകളെല്ലാം ഇൻകം ടാക്സിന് ബോധിപ്പിച്ചിട്ടുണ്ട്, കണക്കുകളെല്ലാം കൃത്യമാണ് എന്നാണ് കെ രാഗേഷ് പ്രതികരിച്ചത്. കെ ശൈലജയുടെ സ്ഥാനാർത്ഥിത്വം അത് ഒരു പാർട്ടിയുടെ ഒരു പ്രത്യേക നിയോഗം തന്നെയാണ്. ഈ 2 ടേം മത്സരിച്ചവരെ മൂന്നാമതൊരു ടേം കൂടി മത്സരിക്കുമ്പോൾ അവരുടെ ജനപ്രീതി അടക്കം അവരുടെ സ്വീകാര്യത അടക്കം മുതലാക്കി ഇത്തരത്തിലൊരു മണ്ഡലം പിടിച്ചെടുക്കുക എന്നൊരു പ്രത്യേക ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കെ ശൈലജയെ സ്ഥാനാർത്ഥിയാക്കിയതെന്നാണ് പ്രധാനമായും പറഞ്ഞത്. അത് ഒരു ഒതുക്കലിന്റെ ഭാഗമല്ല എന്നും കെ രാഗേഷ് പറയുകയുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ പിണറായി വിജയൻ ഈ MP ഗോവിന്ദന്റെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങുന്നു എന്നുള്ള ആരോപണത്തെ അദ്ദേഹം പൂർണ്ണമായും എതിർക്കുകയാണ് ഉണ്ടായത്. കണ്ണൂരിൽ നിന്നുള്ള മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള ഒരു PB അംഗം എന്ന നിലയിൽ പിണറായിയുടെ വാക്കുകൾക്ക് ഇത്തരത്തിൽ ചെവി കൊടുക്കാറുണ്ട്. എന്നാൽ എല്ലാ അഭിപ്രായങ്ങളെയും കേൾക്കുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് കെ രാഗേഷ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഷാജന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇല്ലാ കഥകളാണ് പ്രചരിപ്പിച്ചതെന്നും ഇത്തരത്തിൽ കെ രാഗേഷ് പറയുകയുണ്ടായി. അതായത് പുകമറ സൃഷ്ടിച്ച് അതുകൊണ്ട് അതിൽ ലാഭം കൊയ്യാനുള്ള ഒരു തിടുക്കമാണ് ഇപ്പോൾ ടി.കെ. ഗോവിന്ദൻ നടത്തുന്നതെന്നാണ് പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. P.P. ദിവ്യയ്ക്കും P.K. ശ്യാമളയ്ക്കും ഇരട്ട നീതിയാണ് നൽകിയതെന്ന ആരോപണത്തെ ഇദ്ദേഹം നിഷേധിച്ച് പറയുകയുണ്ടായി. P.P. ദിവ്യ പ്രതിപട്ടികയിൽ ഇടം പിടിച്ച ആളാണ്. മാത്രവുമല്ല P.P. ദിവ്യയുടെ പ്രസംഗം ദൗർഭാഗ്യകരമായി പോയി എന്നൊരു പ്രസ്താവനയും ഇത്തരത്തിൽ കെ രാഗേഷിന്റെ MP ജയരാജന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ഒരു രാഷ്ട്രീയ സമൂഹത്തിൽ ഒരു പ്രത്യേക സാഹചര്യം ഉടലെടുത്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദിവ്യയെ മാറ്റി നിർത്താൻ തീരുമാനിച്ചതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. ആന്തൂരിലെ ഷാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് P.K. ശ്യാമള ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അസന്നിഗ്ധമായി പറയുകയാണ് ജയരാജൻ. അന്ന് ഈ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ടി.കെ. ഗോവിന്ദൻ. ടി.കെ. ഗോവിന്ദന് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി അറിയുകയാണ്. പക്ഷേ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി പച്ചക്കള്ളം പറയുകയാണ് എന്നാണ് പ്രധാനമായും ഇത്തരത്തിൽ കെ രാഗേഷും MP ജയരാജനും ആരോപിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി ഒരു മഹാസമ്മേളനം മലപ്പട്ടത്ത് രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിക്കുന്നുണ്ട്. ഈ യോഗത്തിൽ കാര്യങ്ങളെല്ലാം കൃത്യമായി പറയും, കാര്യങ്ങളെല്ലാം ജനങ്ങളെ ബോധിപ്പിക്കുമെന്നാണ് പറയുന്നത്. ടി.കെ. ഗോവിന്ദന്റെ പിന്നിൽ കോൺഗ്രസ് ആണ്, പിന്നീടുള്ളത് ടി.കെ. ഗോവിന്ദൻ മാത്രമാണ്. സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളുകൾ പോലും ടി.കെ. ഗോവിന്ദന് പിന്തുണ അർപ്പിക്കുന്നില്ല. പാർലമെന്ററി മോഹമാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ പാർട്ടിക്കെതിരെ നീങ്ങാൻ ഇദ്ദേഹത്തിന് കാരണമായത്. ഈ കാര്യങ്ങളെല്ലാം പാർട്ടി പ്രധാനമായും പരിശോധിക്കുമെന്നും ഇത്തരത്തിൽ കെ രാഗേഷും MP ജയരാജനും ഇന്ന് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. മായ, ജോസഫാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ നേരത്തെ P.K. ശ്യാമള പ്രതികരിച്ചിരുന്നു. വിവാദങ്ങളിൽ പാർട്ടി മറുപടി പറയും, വ്യക്തിപരമായി മറുപടി പറയേണ്ടതില്ല, വ്യക്തിപരമായ മറുപടി പാർട്ടി ആവശ്യപ്പെട്ടാൽ മാത്രമെന്നും P.K. ശ്യാമള പറഞ്ഞു. സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചതിന് ശേഷമാണ് ആദ്യമായി മാധ്യമങ്ങൾ കാണുന്നത് തളിപ്പറമ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി
എന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. എൻ്റെ വിജയത്തിനു വേണ്ടി നിങ്ങളുടെ എല്ലാം പിന്തുണ ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. ടീച്ചർ ഇതിനകത്ത് തളിപ്പറമ്പ് പോലൊരു മണ്ഡലത്തിനകത്താണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. വലിയ തരത്തിലുള്ള വിമർശനം ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ടി കെ ഗോവിന്ദൻ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ മത്സരിക്കുമെന്നുള്ളതാണ് പ്രധാന ആക്ഷേപം. ഇപ്പോൾ ഞാനിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. CPM-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ വിമർശനങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ളത് പാർട്ടിക്കെതിരായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ വിമർശനങ്ങൾക്ക് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ മറുപടി പറയുന്നില്ല. ഇതിന് വ്യക്തമായ മറുപടി പാർട്ടിയുടെ ഭാഗത്തുണ്ടാവും എന്നാണ് പറയാനുള്ളത്. അല്ല, ഈ സംഭവങ്ങളെല്ലാം നിങ്ങളിപ്പോൾ ഞാൻ പറയുന്നത് ഈ പറയുന്ന എല്ലാ വിമർശനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി എന്ന രീതിയിൽ മറുപടി പറയും. ഇപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥി പട്ടികയിൽ കോൺഗ്രസിനുള്ളിലെ മാരത്തോൺ ചർച്ചകൾ അവസാനിക്കുന്നില്ല. ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ ഇന്ന് വൈകിട്ടെങ്കിലും പ്രഖ്യാപിക്കാനാകുമോ എന്നതിൽ വ്യക്തത വരുത്താൻ നേതൃത്വത്തിന് കഴിയുന്നില്ല. സിറ്റിംഗ് MLA-മാരിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റില്ലെന്ന് സൂചന. കെ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നേതൃത്വത്തിന്റെ നീക്കം തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി അൻഫിഡ് ഡിസൂസ ചേരുകയാണ്. അൻഫിഡ്, നമ്മുടെ സംസ്ഥാനം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇനിയിപ്പോൾ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. CPM ആവട്ടെ BJP ആവട്ടെ അവരുടെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. BJPക്ക് ഇനിയുമുണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ, എങ്കിലും സുപ്രധാന സീറ്റുകളിലെ മണ്ഡലങ്ങളിലെ ഒക്കെ സ്ഥാനാർത്ഥികളെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസിൻ്റെ കാര്യം അങ്ങനെയല്ല. ഇനിയും സ്ഥാനാർത്ഥി പട്ടിക ആയിട്ടില്ല. ഇന്ന് വൈകിട്ടെങ്കിലും പ്രതീക്ഷിക്കാമോ? തീർച്ചയായും മായ, കാരണം ഈ വിജ്ഞാപനം വന്നപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞുവെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു ആത്മവിശ്വാസവും ചോർന്നു പോയിരിക്കുകയാണ്. അന്ന് KC വേണുഗോപാൽ പറഞ്ഞിരുന്നു 2 ദിവസമൊക്കെ എടുക്കും പൂർത്തിയാകാനെന്ന്. കാരണം അപ്പോഴേ നമുക്കറിയാമായിരുന്നു അവിടെ ഒരു ക്ലാഷ് ഉണ്ട് എന്നത്. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം പകുതി എത്തിയിട്ട് പോലും ഒക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല, നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെയൊക്കെ ആകുമെന്ന് തന്നെയാണ്. അതായത് ഈ ചർച്ചകൾ, മാരത്തോൺ ചർച്ച നടക്കുന്നതോറും പിന്നെയും കലഹങ്ങൾ പല ജില്ലകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ CPM-ൽ നിന്നൊക്കെ തന്നെ മറുകണ്ഠം ചാടി വരുന്നവർ സ്വതന്ത്രരായി മത്സരിക്കുമ്പോൾ അവിടെ സ്ഥാനാർത്ഥികളെ നിർത്താതെ വരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ പ്രാദേശിക കോൺഗ്രസ് ഘടകങ്ങൾ വലിയ രീതിയിലാണ് വിയോജിപ്പുമായി വരുന്നത്. ഇപ്പോൾ അമ്പലപ്പുഴയിലെ G. സുധാകരനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചുവെങ്കിൽ, പിന്തുണ നൽകുമെങ്കിൽ അവിടെ M. ലിജു നേരത്തെ തീരുമാനിച്ചതാണ്. ഇപ്പോൾ L. ലിജുവിനെ മാറ്റി മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറ്റുന്നു. അങ്ങനെ പലയിടത്തും തന്നെ പുതിയ പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു. ആ പുതിയ പ്രശ്നങ്ങൾ എങ്ങനെ അഭിമുഖീകരിച്ച് പരിഹരിക്കുന്നത് വലിയൊരു ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് ഈ ഉറപ്പായ സീറ്റുകളിൽ പോലും അവർക്ക് പ്രഖ്യാപനം പിന്നെയും വൈകുന്നത്. എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് രാത്രി ഒരു പ്രഖ്യാപനം, ഒരു ഏറ്റവും കൂടുതൽ 30 പേരെങ്കിലും അവർ പ്രഖ്യാപിക്കും. അതിനുശേഷം നാളെയോ മറ്റന്നാളോ കൊണ്ട് അത് പൂർണ്ണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് പലയിടത്തും ഇപ്പോൾ നമ്മൾ കണ്ടതാണ് വട്ടിയൂർക്കാവ് K. മുരളീധരൻ പ്രചാരണത്തിൽ ഇടയിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ TN പ്രതാപ്. ഈ ഉറപ്പുള്ള മണ്ഡലം, ഉറപ്പുള്ള സ്ഥാനാർത്ഥികളൊക്കെ ഇനി അതിനുവേണ്ടി കാത്തിരിക്കുന്നില്ല. അവർ ദിവസമില്ലാത്ത അവരൊക്കെ തന്നെ കളം നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു ഭാഗത്തൂടെ നടക്കുകയാണ്. മറ്റൊന്ന്, കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ K. സുധാകരൻ അനുനയിപ്പിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. എങ്ങനെ K. സുധാകരൻ ഒരു വിധത്തിൽ പോലും അനുനയിക്കുന്നില്ല, അനുനയ നീക്കത്തിന് തയ്യാറാകുന്നില്ല. ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ, സജീവ ചർച്ചകളാണ് നടക്കുന്നത്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ ഇപ്പോൾ അല്പം മുമ്പാണ് രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ചർച്ച നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. K. സുധാകരനൊപ്പം തന്നെയും ഈ സ്ഥാനാർത്ഥി ആവശ്യവുമായി അടൂർ പ്രകാശ് ഉണ്ട്, ഒരു പരിധി വരെ കൊടുക്കുന്നൂർ സുരേഷുമുണ്ട്. പക്ഷേ ഇവരൊന്നും പ്രത്യക്ഷത വന്നില്ല. പക്ഷേ അവരെ പോലെ അല്ല K. സുധാകരൻ അനുനയിപ്പിച്ചേ മതിയാവുകയുള്ളൂ. അത് വലിയൊരു ബാധ്യത അല്ലെങ്കിൽ വലിയൊരു തലവേദനയായി ഇന്നും കോൺഗ്രസ് നേതൃത്വം ഹൈക്കമാൻഡിന്റെ ഇടയിലുമുണ്ട്. അദ്ദേഹത്തിന് ഒരു പക്ഷേ ഇന്ന് രാത്രി കൊണ്ട് അദ്ദേഹത്തെ അനുനയിപ്പിച്ച് ഒരു സമീപനം എടുക്കുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ വലിയൊരു ട്വിസ്റ്റ് വന്നിരിക്കുന്നത് എൽദോസ് കുന്നപ്പള്ളിക്ക് പെരുമ്പാവൂർ സീറ്റ് നിഷേധിച്ചിരിക്കുന്നതാണ്. നേരത്തെ ഇതിനെക്കുറിച്ചുള്ള സൂചന ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു ഇമേജാണ് ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്നതിന് പെരുമ്പാവൂർ സീറ്റില്ല. പക്ഷേ എൽദോസിന് അങ്ങനെ സീറ്റ് നിഷേധിച്ച് അവിടെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന് സീറ്റ് നൽകുകയാണെങ്കിൽ എങ്ങനെയാകും എൽദോസ് കുന്നപ്പള്ളി ഇനി സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നാൽ ഇവരൊക്കെ എങ്ങനെയാകും പ്രതികരിക്കുന്നത്? വലിയൊരു ചോദ്യം തന്നെയാണ്. കാരണം ഇദ്ദേഹം ഇപ്പോഴും ഡൽഹിയിലാണ്. എൽദോസ് കുന്നപ്പള്ളി നേരത്തെ ഹൈക്കമാൻഡിലേക്ക് കണ്ടു, അദ്ദേഹത്തിന് സീറ്റ് ഉറപ്പിച്ചതാണ്. ഇനി ഒരു പക്ഷേ അദ്ദേഹത്തിന് സീറ്റില്ല എങ്കിൽ അത് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതൊക്കെ ചോദിക്കും. മറുഭാഗത്ത് M. വിൻസെന്റ് ഒക്കെ ഇപ്പോഴും സ്ഥാനാർത്ഥിയാണ്. ഈ ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ട വ്യക്തി തന്നെയാണ്. അങ്ങനെ പല ചോദ്യങ്ങളുമൊക്കെ ഉയരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്നുണ്ടാകുന്ന കലാപമൊക്കെ അതിൻ്റെ ഗുണഭോക്താക്കളാകാനായി ഒരു ഭാഗത്ത് UDF ശ്രമിക്കുമ്പോൾ ഈ K. സുധാകരനെ പോലുള്ള ഈ പടക്കുതിരകളുടെ ഗുണഭോക്താക്കളായി CPM മാറുമോ എന്നാണ് ഇനി അറിയേണ്ടത്. മായ. ശരി, അൻഫിഡ് ഡിസൂസയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടാകുമെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. നാളേക്കും അപ്പുറം പോയില്ല. തിരുവമ്പാടി ലീഗ് തന്നെ മത്സരിക്കും. പുനലൂരും കോങ്ങാടും കോൺഗ്രസിന് കൈമാറും. പകരം ലീഗിനുള്ള സീറ്റുകൾ ഇന്ന് തീരുമാനിക്കുമെന്നും PMA സലാം മലപ്പുറത്ത് പറഞ്ഞു.
സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടാകും. ഇന്നത്തെ ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും ആ തീരുമാനം എടുക്കുക. ഏതായാലും വൈകില്ല, ഒന്നുകിൽ ഇന്ന് അല്ലെങ്കിൽ നാളേക്ക് അപ്പുറം പോവില്ല. ഒക്കെ ചേർന്ന് ഒരു തർക്കമില്ല, വളരെ സ്നേഹത്തിലും പരസ്പര വിശ്വാസത്തിലും അത് പൂർത്തിയാക്കിയിട്ടുണ്ട്. തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗ് മത്സരിക്കും. മറ്റ് 2 സീറ്റുകൾ ഞങ്ങൾ ഇന്നത്തോടു കൂടി തീരും. പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ മത്സരത്തിൽ രംഗത്തുണ്ടാവില്ല. ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. വിധി മറ്റന്നാൾ പറയും. കൊല്ലം 1-ാം അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതിയാണ് പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. പ്രതി മാനസിക രോഗിയാണെന്ന പ്രതിഭാഗവാദം കോടതി അംഗീകരിച്ചില്ല. ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മോളായിരുന്നു. അതിപ്പോൾ ഇല്ലല്ലോ. ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല. ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയിൽ ഇങ്ങനെയുള്ള ഒരു അപൂർവമായ ഒരു കേസായിട്ട് ഇത് പരിഗണിച്ച് പ്രതിക്ക് കിട്ടാവുന്ന മാക്സിമം ശിക്ഷ ലഭിക്കും എന്നുള്ളതാണ്. പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. കേസിൽ പ്രോസിക്യൂഷൻ ആരോപിച്ചിട്ടുള്ള ഡോക്ടർ വന്ദനാദാസിനെ പ്രതി കൊലപ്പെടുത്തി എന്നുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302-ാം വകുപ്പ്, അതേപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണത്തിലുള്ള 307-ാം വകുപ്പ്, അതീവ ഗുരുതരമായ രീതിയിലുള്ള പരിക്കേൽപ്പിച്ചു എന്നുള്ള കുറ്റത്തിന് 326-ാം വകുപ്പ്, 324-ാം വകുപ്പ്, 323-ാം വകുപ്പ്, ഡോക്ടർ വന്ദനാദാസിനെ തടഞ്ഞു നിർത്തി കൊലപ്പെടുത്തി എന്നുള്ള കുറ്റകൃത്യത്തിന് 340. ഇത് എൻ്റെ സൊസൈറ്റി വളരെ കീനായിട്ട് വാച്ച് ചെയ്യുന്ന ഒരു കേസായതുകൊണ്ട് തന്നെ ഒരു തരത്തിൽ പോലും ഒരു കാര്യത്തിൽ പോലും നമുക്ക് തെളിവുകൾ മറയ്ക്കാനോ അല്ലെങ്കിൽ തെളിവുകൾ അധികമായി ചേർക്കാനോ ഒന്നും വളരെ സത്യസന്ധമായി നടന്ന കാര്യങ്ങൾക്ക് ഇങ്ങനെയാണെന്ന് കൃത്യമായിട്ട് കോടതിയെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഞങ്ങളെ കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് കുമാർ ചേരുകയാണ്. സുധീഷ്, വന്ദനാദാസ് വധക്കേസിലെ പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇതിനോടുള്ള പ്രോസിക്യൂട്ടറുടെയും അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും വന്ദനയുടെ മാതാപിതാക്കളുടെയും ഒക്കെ ഒരു പ്രതികരണം അത് എങ്ങനെയാണ്? തീർച്ചയായും ഈ കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനു ശേഷം കോടതിയുടെ ആ ഒരു പ്രസ്താവനയ്ക്ക് ശേഷം വന്ദനയുടെ അച്ഛൻ പറഞ്ഞിരുന്നത് ഈ കേസിൽ ഇപ്പോൾ ഇത്രയും, അതായത് തെളിവുകളും സാഹചര്യ തെളിവുകളും ഒപ്പം തന്നെ പ്രതിക്കെതിരെ മൊഴികളും ഒക്കെ ഉണ്ടായിരുന്നിട്ട് പോലും കേസിൽ ഈ ഒരു കുറ്റക്കാരനെന്ന് കണ്ടെത്തുന്നതിന് ഇത്രയും വർഷങ്ങൾ അല്ലെങ്കിൽ ഇത്രയും നാളുകൾ വേണ്ടി വന്നു. അതായത് ഈ സംഭവം നടന്ന 2 വർഷവും 10 മാസവും 7 ദിവസവും കഴിയുമ്പോഴാണ് ഇത്തരത്തിലൊരു കേരളത്തെ മനസാക്ഷിയെ നെട്ടിച്ച ഒരു കേസിൽ ഒരു നിർണായകമായ ഒരു വിധിയിലേക്ക് തന്നെ കോടതിക്ക് എത്താൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ആ വിചാരണകളൊക്കെ പൂർത്തിയാക്കിക്കൊണ്ട് ഇപ്പോൾ ഈ കാര്യങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ അത്തരത്തിലൊരു അതൃപ്തി വന്ദനയുടെ അച്ഛൻ മോഹൻദാസ് അത് പങ്കുവയ്ക്കുകയുണ്ടായി. എങ്കിൽ പോലും പ്രതിക്ക് പരമാവധി ശിക്ഷ കിട്ടും അല്ലെങ്കിൽ ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെയാണ് പ്രോസിക്യൂഷൻ, അതായത് ഈ കേസിന്റെ നാൾവഴികളിലൊക്കെ തന്നെ സന്ദീപ് ഈ കേസിൽ ആദ്യമേ തന്നെ പ്രതിഭാഗം ഉന്നയിച്ചിരുന്നത് സന്ദീപിന് മാനസിക പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. പക്ഷേ അതിനൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് അതിനൊക്കെ നിരാകരിച്ചുകൊണ്ടായിരുന്നു പ്രോസിക്യൂഷൻ കോടതി നടപടികളുമായി വാദഗതികളിലൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാരണം പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട് എന്ന തരത്തിലുള്ള ഒരു വരുത്തി തീർക്കലിലൂടെ നടത്തി പ്രതിക്ക് ജാമ്യം ലഭിക്കണം അല്ലെങ്കിൽ പ്രതിക്ക് ശിക്ഷയിൽ ഇളവ് ലഭിക്കണം എന്ന തരത്തിലുള്ള ഒരു വാദമായിരുന്നു പ്രതിഭാഗം മുന്നോട്ട് വെച്ചത്. പക്ഷേ പ്രോസിക്യൂഷൻ ഇക്കാര്യങ്ങളൊക്കെ കണ്ടെത്തൽ നടത്തിയിരുന്നത് കാരണം പ്രതി ജയിലിൽ കഴിയുന്ന സമയത്ത് തന്നെ തനിക്ക് എങ്ങനെ ഒരു മാനസിക രോഗിയായി അഭിനയിക്കാൻ കഴിയും അല്ലെങ്കിൽ മാനസിക രോഗി എന്ന് വരുത്തി തീർക്കാൻ കഴിയും എന്ന തരത്തിലുള്ള പ്രതി ഇത്തരത്തിൽ ജയിലിൽ നിന്നും ലഭിച്ചിരുന്ന പുസ്തകങ്ങൾ അതൊക്കെ വായിച്ച് ഇത്തരത്തിൽ അറിവുകൾ നേടുകയും അത്തരത്തിൽ പെരുമാറാൻ ഒരു ശ്രമം പ്രതി നടത്തുകയും ചെയ്തിരുന്നു. ഇതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ വാദങ്ങൾ ഉന്നയിച്ചത്. ഏതായാലും പ്രോസിക്യൂഷന്റെ വാദങ്ങളെ കോടതി മുഖവിലക്കെടുത്തു. കോടതി ഈ പ്രതിഭാഗത്തിന്റെ എല്ലാ വാദഗതികളെയും കോടതി തള്ളിക്കൊണ്ടാണ് പ്രതി കുറ്റക്കാരനെന്ന് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിജയം കൂടിയാണ്. കാരണം ഈ അന്വേഷണത്തിന്റെ പല നാൾവഴികളിലും പല ആൾക്കാരും, അതായത് സാക്ഷിമൊഴികളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും പലതരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അന്വേഷണ ഉദ്യോഗസ്ഥരും ഇക്കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തി. അതുകൊണ്ട് തന്നെ പ്രതി സന്ദീപ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നു. 19-ന് കൊല്ലം ജുഡീഷ്യൽ സെഷൻസ് കോടതി ഈ കേസിൽ വിധി പറയും. സുധീഷാണ് വിവരങ്ങൾ നൽകിയത്. വന്ദനാദാസ് കൊലക്കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും കോടതി. മറ്റു വാർത്തയിലേക്ക്.
ശബരിമല തന്ത്രിയുടെ ജാമ്യവിധിയിൽ SITക്കെതിരെയുള്ള സെഷൻസ് കോടതി പരാമർശം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. SIT നൽകിയ പുനഃപരിശോധനാ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. തന്ത്രിക്കെതിരെ തെളിവിന്റെ കണിക പോലും ഇല്ലെന്നായിരുന്നു ജാമ്യ ഉത്തരവിലെ കോടതിയുടെ പരാമർശം. SITയുടെ അപ്പീലിൽ തന്ത്രിക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. തന്ത്രിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന അപ്പീലും ഹൈക്കോടതി പരിഗണിച്ചു. അറസ്റ്റിലായി 41 ദിവസമാണ് തന്ത്രി ജാമ്യം നേടി പുറത്തിറങ്ങിയത്. SITയുടെ വാദങ്ങൾ തള്ളിയാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. SNDP യോഗം ഭാരവാഹികളെ അയോഗ്യരാക്കിയ സംഭവത്തിൽ വെള്ളാപ്പള്ളി നടേശൻ സമർപ്പിച്ച അപ്പീൽ പരിഗണിക്കുന്നത് മാറ്റി. വ്യാഴാഴ്ചയിലേക്കാണ് മാറ്റിയത്. ഇന്നലെയാണ് വെള്ളാപ്പള്ളി നടേശൻ അപ്പീൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ഹർജി ഇന്ന് പരിഗണിക്കുമെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ ആവശ്യം. എന്നാൽ അടിയന്തരമായി പരിഗണിക്കേണ്ട സാഹചര്യമില്ലെന്ന് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് വ്യക്തമാക്കി. SNDP യോഗം ഭാരവാഹികളെ അയോഗ്യരാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം അപ്പീൽ സമർപ്പിച്ചത്. ഇടക്കാല ഉത്തരവോ സ്റ്റേയോ ലഭിക്കാത്തതിനാൽ സർക്കാരിന് നടപടി സ്വീകരിക്കേണ്ടി വരും. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി അയോധ്യയിലെത്തി. മറ്റന്നാൾ ക്ഷേത്രത്തിന്റെ 2ാം നിലയിൽ ശ്രീരാമയന്ത്രം സ്ഥാപിക്കുന്നതിനും അനുബന്ധ പൂജകൾക്കും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം അമ്മ സാക്ഷിയാവും. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ചാണ് അമ്മയുടെ സന്ദർശനം. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, അമ്മ അയോധ്യയിൽ എത്തിയിരിക്കുന്നു. അവിടുത്തെ ചടങ്ങുകൾ അത് എങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? അമ്മയുടെ ക്ഷേത്ര ദർശനമൊക്കെ ഉണ്ടാവുമല്ലോ, എങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി അയോധ്യയിൽ എത്തിയിട്ടുള്ളത്. അല്പസമയങ്ങൾക്ക് മുൻപാണ് അമ്മ അയോധ്യയിൽ എത്തിയത്. ആശ്രമത്തിലെ സന്യാസി ശ്രേഷ്ഠന്മാർ ഒപ്പം ആശ്രമത്തിലെ അന്തേവാസികളും ഉൾപ്പെടെയും പ്രത്യേക ട്രെയിനിലാണ് കേരളത്തിൽ നിന്ന് ശ്രീരാമ ജന്മഭൂമിയിലേക്ക് എത്തിയത്. ഇവിടെ ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി പുതിയ ശ്രീരാമ ക്ഷേത്രത്തിൽ രാംലല്ലയുടെ ദർശനത്തിൽ അമ്മയെത്തും. തുടർന്ന് നാളെയാണ് സരയൂ ആരതിയിൽ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവുക. മറ്റന്നാൾ പുതിയ രാമക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീരാമചിത്ര പ്രതിഷ്ഠയിൽ ശ്രീരാമയന്ത്ര പ്രതിഷ്ഠയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം അമ്മയും പങ്കെടുക്കും. കൂടാതെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്യാസി ശ്രേഷ്ഠന്മാരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ആ ചടങ്ങിലേക്കായി അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് മാതാ അമൃതാനന്ദമയി ദേവി അയോധ്യയിൽ രാമജന്മഭൂമിയിൽ എത്തിയത്. മായ. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി അയോധ്യയിൽ എത്തിയിരിക്കുന്നു. മറ്റന്നാൾ ക്ഷേത്രത്തിന് 2ാം നിലയിൽ ശ്രീരാമയന്ത്രം സ്ഥാപിക്കുന്നതിനും അനുബന്ധ പൂജകൾക്കും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം അമ്മ സാക്ഷിയാകും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ സർജിക്കൽ ICUവിൽ തീപിടുത്തം. ജീവനക്കാരുടെ സംയോജിത ഇടപെടലിൽ ഒഴിവായത് വൻ അപകടം. രോഗികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായി അധികൃതർ അറിയിച്ചു. രാവിലെ 8:55ഓടെയായിരുന്നു സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ സർജിക്കൽ ICUവിൽ തീപിടുത്തമുണ്ടായത്. വെന്റിലേറ്റർ പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണം. 16 രോഗികളാണ് തീപിടുത്തമുണ്ടായപ്പോൾ ICUവിൽ ഉണ്ടായിരുന്നത്. ആശുപത്രി ജീവനക്കാർ തന്നെ ആദ്യഘട്ടത്തിൽ തീ അണയ്ക്കുകയും രോഗികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തത് വലിയ അപകടം ഒഴിവാക്കിയെന്ന് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രാജൻ ഖോബ്രഗഡെ പറഞ്ഞു. ഇന്ന് രാവിലെ നമ്മുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ഏകദേശം 8:55-ൽ ഫസ്റ്റ് ഫ്ലോർ സർജിക്കൽ ICUവിൽ ഒരു തീപിടുത്തൽ ഉണ്ടായി. അതിൻ്റെ കാരണം അവിടുത്തെ ഒരു വെന്റിലേറ്റർ ബർസ്റ്റായി. പക്ഷെ പ്രത്യേകിച്ച് പറയാനുള്ളത് അവിടുത്തെ ഹൗസ് സർജൻ തൊട്ടടുത്ത ഉള്ള 3 ഡോക്ടേഴ്സ് നഴ്സസ് അതെല്ലാം വളരെ പ്രസൻസ് ഓഫ് മൈൻഡ് കാണിച്ചുകൊണ്ട് ആ വെന്റിലേറ്റർ ബർസ്റ്റായി. അവരെ തന്നെ അവിടുത്തെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ചുകൊണ്ട് കൺട്രോളിലാക്കി. അതിനുശേഷമേ അവിടെ സ്മോക്ക് ഒരുപാട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ എല്ലാ 16 പേഷ്യൻ്റ് അപ്പോൾ തന്നെ ഈ ടീം മറ്റെല്ലാ സ്റ്റാഫ് എടുത്തിട്ട് MICU വാർഡ് 7 അവിടെയാണ് നമ്മൾ കൊണ്ടുപോകാനുള്ള എല്ലാം ഏർപ്പാട് ചെയ്തിട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അവിടെ തൊട്ടടുത്ത അപ്പോസിറ്റ് സൈഡിലുള്ള വാർഡിൽ 16 പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ 32 പേഷ്യൻ്റാണ് നമ്മൾ ആ ഏരിയയിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് അവർക്ക് ഉചിതമായ ട്രീറ്റ്മെൻറ്റ് തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യുന്നു.
പുക ഉയർന്നതിനെ തുടർന്ന് ശ്വാസതടസ്സം നേരിട്ട ജീവനക്കാരെ ഒബ്സർവേഷനിലേക്ക് മാറ്റി. പിന്നാലെ ഫയർഫോഴ്സും പോലീസും സംഭവസ്ഥലത്ത് കുതിച്ചെത്തി രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി. അപകടം നടന്ന മണിക്കൂറുകൾക്കകം മേയർ VV രാജേഷ്, കടകംപള്ളി സുരേന്ദ്രൻ MLA ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ പരിശോധിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ K കാർത്തിക്കും സ്ഥലത്തെത്തി. ഒരു സ്പാർക്ക് ഉണ്ടായപ്പോൾ തന്നെ പെട്ടെന്ന് പുകയുണ്ടായി. അടച്ചിട്ട മുറി ആയതുകൊണ്ട് പെട്ടെന്ന് പുകയുണ്ടായി. ഒരു ട്രോമ കെയർ ICU ആണ് ഉണ്ടായിരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ മുഴുവൻ രോഗികളെയും മെഡിക്കൽ ICUയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെ നിയന്ത്രണത്തിലാണ്. ഒരാളിനും തന്നെ ഒരു അപകടവും സംഭവിച്ചിട്ടില്ല. ഞാൻ എല്ലാവരുമായിട്ട് സംസാരിച്ചു. അവരെല്ലാവരും പറയുന്നത് ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. രോഗികളുമായിട്ട് ഞാൻ സംസാരിച്ചു. രോഗികളും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാത്ത നിലയിൽ മാറിയിട്ടുണ്ട്. വലിയ ഒരു അപകടത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ആശുപത്രിയും രോഗികളും എല്ലാം തന്നെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. സംയോജിതമായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും സേഫാണ്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഒരു വെന്റിലേറ്ററിൽ ഫയർ ഇൻസിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. തീപിടുത്തമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് സുരക്ഷാ പരിശോധന നടത്തും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.